നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിശാചിനെ ഓടിച്ചു കളയാൻ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിലും സമ്പത്തിലും തൊഴിലിലും എല്ലാ മേഖലകളിലും ബറക്കത്ത് ലഭിക്കാനും നമ്മുടെ പാപങ്ങളൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് കരിഞ്ഞു പോകാൻ മാത്രം ഒരു ചെറിയ സൂറത്ത് നമ്മൾ ഓതിയാൽ മതി എന്നാണ്. അത്ഭുതകരമായൊരു സൂറത്ത്. ആ സൂറത്ത് ഏതാണെന്ന് നമുക്ക് പഠിക്കണം വേണ്ടേ? എന്നിട്ടത് ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഓതിക്കഴിഞ്ഞാൽ വലിയ വലിയ മഹത്വങ്ങളാണ് കാത്തിരിക്കുന്നത്. സിഹറ് പോലും, എത്ര വലിയ സിഹറ് പോലും ബാത്തുലായി പോകുമെന്ന മനോഹരമായൊരു കാര്യം. ഏതായാലും അത് നമുക്ക് പഠിക്കണം. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? അല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളെല്ലാം റബ്ബുൽ ആലമീനായ തമ്പുരാൻ നീക്കി തരുമാറാകട്ടെ. അപ്പോൾ ഒരു വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. പ്രത്യേകിച്ച് റബീഉൽ ആഖിർ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച രാവ്. ഈ വെള്ളിയാഴ്ച രാവിലേക്ക് എത്തുന്നതിന് മുൻപുള്ള വ്യാഴാഴ്ചക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഒരാഴ്ചയിൽ 2 ദിവസങ്ങളിലാണ് നമ്മുടെ അമാലുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നത്. അതിലൊന്ന് വെള്ളിയാഴ്ച രാവാണ്, അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമാണ്. നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്ന മനോഹരമായ നിമിഷം. ആ വേളയിൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ ഉയർന്നു പോകുന്നതെങ്കിൽ അള്ളാഹുവിങ്കൽ നമുക്ക് വലിയ സ്ഥാനം ഉണ്ടാവൂലേ? പടച്ച റബ്ബ് അതിന് തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് വ്യാഴാഴ്ചയുടെ വൈകുന്നേരം സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നിടുന്ന നിമിഷമാണത്രേ. അതുകൊണ്ട് അസറിന് ശേഷം അല്ലെങ്കിൽ അസറോടടുത്ത സമയമൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. പടച്ച റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ. അതുപോലെ വ്യാഴാഴ്ച അസറിന് ശേഷം മുതൽ തന്നെ നഖം വെട്ട, അതൊക്കെ സുന്നത്താണ് അല്ലേ? അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. ഇനി വെള്ളിയാഴ്ച രാവിലേക്ക് കടന്നു വരുമ്പോൾ, വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്വലാത്ത് തന്നെയാണ്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത് ഞാൻ നേരിട്ട് കാണും. അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് സ്വലാത്ത് ചെല്ലണത് ആര് കാണും? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണും. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ വഫാത്തിന് ശേഷം കാണുമോ? അപ്പോഴാണ് പറയുന്നത്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതിനെ തൊട്ട് മണ്ണിനെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. മണ്ണ് തൊടൂല, നമ്മുടെ ശരീരം പോലെയല്ല അല്ലേ? അപ്പോൾ മഹത്തുക്കളുടെ അംബിയാക്കളുടെ ശരീരം മണ്ണ് തൊടില്ല. അപ്പോൾ മുത്തുനബിക്ക് നമ്മളെ കാണാൻ പറ്റും. എല്ലാ വെള്ളിയാഴ്ച രാവും പകലും നമ്മുടെ സ്വലാത്തുകൾ ഹബീബായ തങ്ങൾ സ്വീകരിക്കും. അള്ളാഹു അത്തരം സ്വലാത്തുകൾ ചൊല്ലി ഹബീബിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹബീബിലൂടെ അല്ലാതെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ പറ്റൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? മുത്തുനബി ഇല്ലാതെ എന്തല്ലാ അല്ലേ? മുത്തുനബിയാണ് നമുക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്തി തന്നത്. ഹബീബില്ലാത്ത ഒരു അള്ളാഹുവിലേക്കാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അത് യഥാർത്ഥ റബ്ബല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് മഹത്വങ്ങൾ വേറെയുണ്ട് അല്ലേ? കൂടുതൽ അദ്കാറുകൾ, അതുപോലെ തന്നെ തഹ്ലീലുകൾ, തക്ബീറുകൾ, സൂറത്തുകൾ കൊണ്ട് ഈ രാത്രിയെ നമ്മൾ ധന്യമാക്കണം. ആ കൂട്ടത്തിൽ വളരെ അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്ത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. പലരും ഓതുന്നതായിരിക്കാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഓതുന്നവർക്ക് തന്നെ ഇതിൻ്റെ മഹത്വം എന്താണെന്ന് അറിയില്ല. പക്ഷേ മഹത്വം മനസ്സിലാക്കി ഓതുമ്പോഴാണ് ഒരു കാര്യത്തിന് പ്രതിഫലം കൂടുക എന്ന് പറയുന്നത് ഇല്ലേ? ഒരു മനോഹരമായ സൂറത്ത്. ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സിഹറുണ്ടെങ്കിലും അത് ബാത്തിലായി പോകും. എങ്ങനെ ഓതണമെന്ന് ഞാൻ പറഞ്ഞുതരും. അതുപോലെ തന്നെ സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടെങ്കിൽ അത് അല്ലാഹു മാറ്റിത്തരും. സമാധാനമില്ല കുടുംബത്തിൽ എന്ന് പറഞ്ഞ ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു സന്തോഷമില്ല, വല്ലാത്ത പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവർക്കും ഒരു മരുന്നായിട്ട് ഈ സൂറത്തിനെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏത് സൂറത്ത് ഓതുമ്പോഴും ഏത് ദിക്ർ ചൊല്ലുമ്പോഴും നമ്മുടെ മനസ്സിൽ നിയ്യത്ത് എന്താകണം? പലപ്പോഴും ഇതൊക്കെ ഓതിയിട്ട് നമുക്കിത് കിട്ടാത്തതിൻ്റെ കാരണം, നമ്മൾ ഈ സൂറത്ത് ഓതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകണത് സമ്പത്തൊക്കെ ഇച്ചിരി കുറവാണ്, സമ്പത്തൊന്ന് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് ഓതുന്നു. അങ്ങനെ കിട്ടില്ല. സൂറത്ത് ഓതുന്നത് ആർക്ക് വേണ്ടിയാകണം? അള്ളാഹ്ക്ക് വേണ്ടിയാകണം. നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയാകണം. അപ്പോൾ റബ്ബുൽ ആലമീൻ നമുക്ക് സമ്പത്ത് തരും.
അല്ലെ? മുമ്പ് സൂറത്തുൽ വാഖിയയുടെ കഥ പറഞ്ഞതുപോലെ സൂറത്തുൽ വാഖിയ നമ്മൾ എന്തിനാ ഓതാറ്? അത് ദാരിദ്ര്യം വരാതിരിക്കാൻ അല്ലല്ല. സൂറത്തുൽ വാഖിയ ഓതേണ്ടത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ സൂറത്തുൽ വാഖിയ ഓതിയാൽ പടച്ച റബ്ബ് നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരും. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ദാരിദ്ര്യം നീങ്ങാൻ വേണ്ടി വാഖിയ അല്ലല്ല, അള്ളാഹുവിന് വേണ്ടി വാഖിയ, അതിലൂടെ അള്ളാഹു ദാരിദ്ര്യം നീക്കിത്തരും. അത് ഏത് കാര്യവും അങ്ങനെ തന്നെ. അപ്പോൾ ഈ മനോഹരമായ സൂറത്തിൻ്റെ പേരെന്താണ്? അതായത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മനോഹരമായ അത്ഭുതം നിറഞ്ഞൊരു സൂറത്താണ് സൂറത്തു ദുഖാൻ എന്ന് പറയുന്നത്. 59ഓളം ആയത്തുകൾ മാത്രമേ ഇതിലുള്ളൂ. ചെറിയ സൂറത്തുണ്ട്, 5 മിനിറ്റ് ഉണ്ടെങ്കിൽ മനോഹരമായിട്ട് നമുക്ക് ഓതാൻ പറ്റൂ അല്ലേ? സൂറത്തു ദുഖാൻ പതിവായി ഓതുന്നവരുണ്ടോ? മാഷാ അല്ലാഹ്, അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാ ദിവസവും സൂറത്തു ദുഖാൻ ഓതുക, അതിന് വലിയ പ്രത്യേകത ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പറയാം. എന്നാൽ വെള്ളിയാഴ്ച രാവിലും പകലിലും ഓതുന്നതിന് വലിയ വലിയ മഹത്വങ്ങളുണ്ട്. പ്രതിഫലം വാരി കൂട്ടാന്നാണ് ഈ സൂറത്ത് ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ. ഒരു ഹദീസ് ഇങ്ങനെ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖറഅ സൂറത്ത് ദുഖാൻ ഫീ ലൈലത്തിൽ ജുമുഅ അസ്ബഹ മഗ്ഫൂറൻ ലഹ്. ഒരാൾ വെള്ളിയാഴ്ച രാവിലെ ഒരാൾ സൂറത്തു ദുഖാൻ ഓതി, നേരം വെളുക്കുമ്പോഴത്തേക്ക് അവൻ്റെ ചെറുപാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കും. യാ റബ്ബി, അത് എത്ര ഉണ്ടെങ്കിലും അല്ലാഹു പുറത്തു തരും. അപ്പോൾ പടച്ച റബ്ബിന് വേണ്ടി സൂറത്തു ദുഖാൻ നിങ്ങൾ ഓതിക്കോ. നേരം വെളുക്കുമ്പോഴേക്ക് വെള്ളിയാഴ്ച രാവിലെ ഓതിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് പടച്ചോ നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും എന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹത്വം നിറഞ്ഞ സൂറത്താണ് സൂറത്തു ദുഖാൻ. നമ്മൾ എന്തേത് മനസ്സിലാക്കാതെ പോയി അല്ലേ? ഇപ്പം മനസ്സിലാക്കി ഓതുമ്പോൾ അതിന് വലിയ പ്രത്യേകതയാണ്. വേറൊരു ഹദീസ് ഇങ്ങനെ കാണാം, മൻ ഖറഅ സൂറത്തു ദുഖാൻ ഫീ ലൈല. ഈ രാത്രിയിലൊരു മനുഷ്യൻ സൂറത്തു ദുഖാൻ ഓതി, അത് വെള്ളിയാഴ്ച രാവ് എന്നല്ല, ഏത് രാത്രി ഓതിയാലും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാണെങ്കിൽ അതിന് മാറ്റുകൂടും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? യസ്തഗ്ഫിറൂന ലഹു 70,000 മലക്ക്, 70,000 മലക്കുകൾ അവന് വേണ്ടി പാപമോചനം തേടും സുബ്ഹി വരെ. യാ റബ്ബി, ഒരു മലക്ക് നമുക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കൂലേ? 70,000 മാലാഖമാർ നമുക്ക് വേണ്ടി രാത്രി സമയം മുഴുവൻ സുബ്ഹി വരെ പാപമോചനം തേടും. പടച്ചോനെ, ഇവന് നീ പുറത്തു കൊടുക്കണേ അല്ലാന്ന് 70,000 മലക്കുകൾ ഇങ്ങനെ ദ്വാരക്കും. യാ റബ്ബി, അപ്പോൾ അത് എന്താണ് അത് എന്തുകൊണ്ടങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്? നമ്മൾ സൂറത്തു ദുഖാൻ രാത്രി പാരായണം ചെയ്യുന്നുള്ള ഒറ്റ കാരണത്താൽ നമ്മുടെ ജീവിതം എത്ര വലിയ മനോഹരാകും. മലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തൂലേ? മലക്കുകളുടെ കാവലുണ്ടാവൂലേ? മലക്കുകൾ എപ്പോഴും ദുആ ചെയ്യൂലേ നമുക്ക് വേണ്ടിയിട്ട്? അതിലൂടെ അള്ളാഹു നമ്മെ ഏറ്റെടുക്കും. സുബ്ഹാനക യാ റബ്ബ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മഹത്വങ്ങളുണ്ട്. മൻ ഖറഅ സൂറത്തു ദുഖാൻ ഫീ ലൈലത്തിൽ ജുമുഅ ഔ ഫീ യൗമിൽ ജുമുഅ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ സൂറത്തു ദുഖാൻ ഓതിക്കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലൊരു കൊട്ടാരം ലഭിക്കുമത്രേ. സുബ്ഹാനക യാ റബ്ബ്. വെള്ളിയാഴ്ച രാവും പകലൊക്കെ കടന്നു വരുമ്പോൾ ഈ മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരൊറ്റ ദുഖാൻ ഓതിയാൽ മതി. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിലൊരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്ക് കടക്കാൻ സ്വർഗത്തിൽ കൊട്ടാരം ലഭിക്കും. സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല അല്ലല്ലോ, സ്വർഗത്തിൽ കടന്നാലേ നമുക്ക് കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വർഗ്ഗുറപ്പാണ് സൂറത്തു ദുഖാൻ വെള്ളിയാഴ്ച രാവും പകലും ഓതിയാൽ. അപ്പോൾ അത്തരം ജീവിതമാക്കി നമ്മൾ മാറ്റണം കേട്ടോ. മുഅ്മിനായൊരു മനുഷ്യന് ഇത് ഓതുമ്പോഴാണ് അവനതൊക്കെ കിട്ടുക. അല്ലാതെ സൂറത്തു ദുഖാൻ ഓതി പോയി 2 വെള്ളം അടിച്ചു അങ്ങനെയൊന്നുമില്ല. മുഅ്മിനായൊരു മനുഷ്യൻ ഇത് ഓതുമ്പോൾ അവൻ്റെ മുമ്പിൽ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കും. സ്വർഗത്തിലേക്ക് അള്ളാഹു കൊട്ടാരമുണ്ടാക്കി കൊടുക്കും അത്രേ. ഒരുപാട് മഹത്വങ്ങൾ യാ അല്ലാഹ് ഇതിനുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു, പാപങ്ങൾ പൊറുക്കും. മലക്കുകൾ അവന് വേണ്ടി നേരം വെളുക്കുന്നത് വരെ പാപമോചനം തേടും. അതുപോലെ സ്വർഗത്തിൽ കൊട്ടാരം ലഭിക്കും. ഇനിയും ഒരുപാട് മഹത്വങ്ങൾ അയിമ്മത്തുകൾ എണ്ണി പറയുന്നത് കാണാം. ഒരാൾ വെള്ളിയാഴ്ച രാത്രി സൂറത്തു ദുഖാൻ പാരായണം ചെയ്താൽ, കടന്നു വരുന്ന വെള്ളിയാഴ്ച രാവ് സൂറത്തു ദുഖാൻ പാരായണം ചെയ്താൽ അവനങ്ങ് പൊതിയും ഇല്ലേ? എന്താണ്? അല റഹ്മ വൽ മഗ്ഫിറ മിനല്ലാഹി തആല. അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക പാപമോചനം പടച്ചോൻ്റെ കാരുണ്യം കൊണ്ട് അവനങ്ങ് പൊതിയും. അള്ളാഹിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ പൊതിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ മനുഷ്യരെ? ദുനിയാവിൽ ഏത് കാര്യമാകട്ടെ ആഖിറത്തിൽ ഏത് കാര്യമാകട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ പൊതിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സുബ്ഹാനക യാ റബ്ബ്. പിന്നെയോ തഗ്ഫിറു ദുനൂബ ലിസ്വാഹിബി. ഇത് ഓതുന്ന മനുഷ്യൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. മുഴുവൻ ചെറു പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. മറ്റൊരു പ്രത്യേകത ഇങ്ങനെയാണ്, തുഹ്ലിബുൽ ഖൈറ വൽ ബറകത വർ റിസ്ഖ്. അവൻ്റെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും റിസ്ഖും ഒക്കെ ഉണ്ടാവും. അള്ളാഹ് എല്ലാ ഖൈറും അവന് കൊടുക്കും. ബർക്കത്ത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബർക്കത്ത് ആര് തരണം? അള്ളാഹ് തരണം. അള്ളാഹുവാണ് നമുക്ക് ബർക്കത്ത് തരണത് ഇല്ലേ? ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകൽ അങ്ങനെയൊക്കെയാണ്. അള്ളാഹ് തരണം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സമാധാനം തരേണ്ടത് അള്ളാഹുവാണ്.
അള്ളാഹുവാണ്. ഇത് ഹറാമായ ബന്ധങ്ങളിലൂടെ, ഹറാമായ ജീവിതത്തിലൂടെ ഒന്നും ബർക്കത്ത് കിട്ടൂല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കോടീശ്വരനാക്കുക എന്നല്ല. കോടീശ്വരന്മാർ പലരും പ്രയാസത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് കണ്ടു ഒരു സഹോദരി, അള്ളാഹുർക്ക് സമാധാനം കൊടുക്കട്ടെ, ഉസ്താദ് എൻ്റെ വീട്ടിൽ 5 കാറുകളുണ്ട്. 5 കാറുകൾ, ഇവിടെ 1-2 തന്നെ കൊണ്ടു നടക്കാൻ പറ്റണില്ല. 5 കാറുകളുണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹുർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. പക്ഷേ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഉസ്താദേ, എൻ്റെ ഭർത്താവ് ഒരു അല്പം പോലും സ്നേഹം എന്നോട് കാണിക്കണില്ല. അതായത് 24 മണിക്കൂർ ഫോണിലാണ്, എപ്പോൾ വന്നാലും സോഫയിലാണ്, എൻ്റെ അടുത്ത് കിടക്കാറില്ല. പിന്നെ എന്താണ് ആ കാറുകൾ കൊണ്ട്, ആ സൗകര്യങ്ങൾ കൊണ്ട് എന്താണ് നേട്ടം? അവരെന്നെ ചോദിക്കാൻ, എന്താണ് അതുകൊണ്ട് ഗുണം? അപ്പോൾ എത്രമേൽ വലിയ പ്രയാസത്തിലായിരിക്കും ആ സഹോദരി ഉള്ളത്. അപ്പോൾ ബറക്കത്ത് അത് അള്ളാഹു തന്നെ തരണം. അല്ലാതെ ഒരുപാട് കാറുള്ളത് കൊണ്ടോ വലിയ ബംഗ്ലാവ് ഉള്ളത് കൊണ്ടോ മാത്രമൊന്നും ബറക്കത്ത് ലഭിക്കില്ല. അത് അള്ളാഹ് തരണം, അള്ളാഹുവാണ് തരുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് കിട്ടും. അപ്പോൾ അത് അള്ളാഹു ഉദ്ദേശിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ എളുപ്പാക്കണം, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതം അതിനുവേണ്ടി ചിട്ടപ്പെടുത്തണം. ആ മുഅ്മിനായ മനുഷ്യനായിട്ട് നമ്മൾ സൂറത്ത് ദുഹാൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ ബറക്കത്ത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പിന്നെ റിസ്ക്, മഈശത്ത്, നമ്മുടെ റിസ്ക്, നമ്മുടെ ഭക്ഷണത്തെ അള്ളാഹ് തടയൂല. നമ്മുടെ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും, അല്ലേ? ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല. ഇത് നഷ്ടത്തിലേക്ക് പോകുന്നുള്ള പേടി വേണ്ട. പടച്ചോനുണ്ടാവും നമ്മുടെ കച്ചവടം ഭംഗിയാക്കി തരാൻ. അള്ളാഹു എല്ലാ മേഖലയിലും ബറക്കത്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സൂറത്ത് ദുഹാൻ ഓതിയാൽ മതി. ഒരു മനുഷ്യൻ രാത്രി ഓതിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രി ഓതിക്കഴിഞ്ഞാൽ അവർ കിട്ടുന്നത് ഈ ഗുണങ്ങളൊക്കെയാണ്. പിന്നെ എന്തിനാവും നഷ്ടപ്പെടുത്തി കളയണേ, അല്ലേ? അള്ളാഹു പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇനി വെള്ളിയാഴ്ചയുടെ പകലിൽ ഒരാൾ സൂറത്ത് ദുഹാൻ ഓതിക്കഴിഞ്ഞാൽ തത്റുദു ശയാത്തീൻ, പിശാച് വരണ്ടോടും. അവൻ്റെ വീട്ടിൽ നിന്ന് പിശാച് വരണ്ടോടും. വെള്ളിയാഴ്ച പകലിൽ ഓതിക്കഴിഞ്ഞാൽ പിശാചിന് പിന്നെ ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നാണ്. പൈശാചികമായ എത്രയെത്ര ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അവനെ പുറത്തേക്ക് ഓടിക്കാൻ കഴിയും. മാത്രമല്ല, ഇതൊരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച പകലിൽ ഓതിക്കഴിഞ്ഞാൽ വയക്ഫിൽ മുഅ്മിന കുല്ല സൂ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, മോശമായ കാര്യങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ തരും. മുഅ്മിനിന് അള്ളാഹ് കാവൽ കൊടുക്കും. അപ്പോൾ മുഅ്മിനായ മനുഷ്യന് തോന്നുമ്പോഴാണ് ഇതിനൊക്കെ പ്രത്യേകതയുള്ളത്. ഇനി എല്ലാ രാത്രിയിലും വെള്ളിയാഴ്ച രാവ് മാത്രമല്ല, എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുൻപ് സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ തുഹ്ലിബുർ റിസ്ഖ വൽ ഖൈറ വൽ ബറക ഫിൽ ബൈത്ത്, വീട്ടിൽ ബറക്കത്തും ഖൈറും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു റബ്ബുൽ ആലമീൻ, ഭക്ഷണത്തിൽ ബറക്കത്തും, അതായത് ജോലിയിൽ അഭിവൃദ്ധിയൊക്കെ അള്ളാഹ് തരും. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല. കടങ്ങളല്ല വീട്ടിൽ തരും. എത്ര വലിയ പ്രയാസത്തിലും എത്ര വലിയ കുടുക്കിൽ നിൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സൂറത്ത് ദുഹാൻ ഓതിക്കഴിഞ്ഞാൽ പടച്ച റബ്ബ് അത് എളുപ്പാക്കി തരുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരാൾ അൽ മുവാദിബത്തു അലാ ഖിറാഅത്തി സൂറത്തി ദുഹാൻ, സൂറത്ത് ദുഹാൻ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും പതിവാക്കിയാൽ, വെള്ളിയാഴ്ച രാവ് മാത്രമല്ല, ഇതിപ്പോൾ ഒരു വെള്ളിയാഴ്ച രാവല്ലേ, നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. എല്ലാ രാത്രിയിലും പതിവാക്കി കഴിഞ്ഞാൽ തുഖ്ഫിൽ മുഅ്മിന മിൻ കുല്ലി ശർരി സിഹ്റ സുബ്ഹാനല്ലാഹി വ അമാലിഹിം, അതായത് സിഹറിൻ്റെയും സിഹർ ചെയ്യുന്നവൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിന് കാവൽ കൊടുക്കും. സിഹർ കൊണ്ട് ജീവിതം തകർന്നു പോയ എത്ര മനുഷ്യന്മാരുണ്ട്, അല്ലേ? എത്ര ആളുകളാണ് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടിയെന്നത്. ആ സിഹറിൽ നിന്നുള്ള അവനെ രക്ഷപ്പെടുത്തുമെന്ന് മാത്രമല്ല, സിഹറിൻ്റെ ആളുകളിൽ നിന്ന്, അവരുടെ ഉപദ്രവത്തിൽ നിന്ന് പോലും അള്ളാഹു അവന് രക്ഷ നൽകും. അതുമാത്രമല്ല, വഅമിന മിനൽ ജിന്നി വശയാത്തീൻ, പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന്, മോശം ജിന്നുകാരുടെ ഉപദ്രവത്തിൽ നിന്നൊക്കെ അള്ളാഹു അവനെ കാക്കും. എന്ത് ചെയ്താൽ മതി? സൂറത്ത് ദുഹാൻ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ രാത്രി പാരായണം ചെയ്താലും മതി. പകലായാലും വിരോധമൊന്നുമില്ല. രാത്രി ഓതുമ്പോൾ അതിന് ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം രാത്രി ഓതുമ്പോൾ രാവിലെ നേരം വെളുക്കുമ്പോഴേക്ക് പാപങ്ങൾ പൊറുക്കും, മലക്കുകൾ ദ്വാരക്കും, സിഹർ പോകും, അതുപോലെ ബർക്കത്ത് ലഭിക്കും. അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ സൂറത്ത് ദുഹാൻ എല്ലാവരും തുടങ്ങൂലേ? നമ്മുടെ സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽ ഒരാളും ഒരു വെള്ളിയാഴ്ച രാവും സൂറത്ത് ദുഹാൻ ഓതാതിരിക്കരുത്. അള്ളാഹു അത് പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മൊത്തത്തിൽ സൂറത്ത് ദുഹാൻ ഓതിക്കഴിഞ്ഞാൽ ദുനിയാവും ലഭിക്കും, ആഖിറവും ലഭിക്കും, അല്ലേ? ഈ ഒരു മഹത്തായ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഫാത്തിഹ ഓതാൻ നമ്മൾ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് നമുക്ക് പ്രൈവറ്റായി ആളുകൾ അയച്ചു തന്നതും നമ്മുടെ അഡ്മിൻസ് ഏൽപ്പിച്ചതും അതുപോലെ കമൻറ്റ് സെക്ഷനുകളിൽ വന്നതും എല്ലാം കൂടെ നോക്കുമ്പോൾ ഏതാണ്ട് 90,000-ത്തിലധികം ഫാത്തിഹകൾ അൽഹംദുലില്ലാഹ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ നാളെ രാത്രിയാണ് നമ്മുടെ ഫാത്തിഹ ഹദിയ ചെയ്യുന്ന മജ്ലിസ്. നമുക്ക് 1,00,000 ഫാത്തിഹയാക്കണം. മഹാനവകളുടെ ഹദ്റത്തിലേക്ക് അത് ഹദിയ ചെയ്യണം. റസാ വ്ളോഗ്സ് കുടുംബത്തിൽ നിന്ന് 1,00,000 ഫാത്തിഹ ജീലാനി തങ്ങളുടെ ഹദ്റത്തിലേക്ക്. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ജീലാനി തങ്ങളുടെ ആണ്ട് ദിനം വരുന്ന ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് വൈകുന്നേരം 4:30 മണിക്ക് മറ്റൊരു മജ്ലിസും സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും നാളെ മഗ്രിബ്
നമസ്കാരാനന്തരം 7:15 നമ്മൾ 1,00,000 ഫാത്തിഹ നമുക്ക് ഹദിയ ചെയ്യണം. നിങ്ങളെല്ലാവരും ഇത് ഓതി തീർക്കുമെന്ന് കരുതാണ്. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവാണെന്ന് 7:15 നമുക്ക് എല്ലാവർക്കും ഒരുമിക്കണം. മജ്‌ലിസിൽ എല്ലാവരും പങ്കെടുക്കുക. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച അബൂലഹബിനെയും അവൻ്റെ കുടുംബത്തെയും ശപിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട് അല്ലേ. അബൂലഹബിൻ്റെ ഭാര്യ ഈ ശാപത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഭാര്യയുടെ പേരെന്താണ്? അബൂലഹബിൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? കമൻറ്റ് ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മദദ് നുസ്റ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ മനോഹരമായ ഒരു ദിവസത്തിൽ നിനക്കായി സുബ്ഹ നിസ്കരിച്ച് നിസ്കാരാനന്തരം ഈ സ്വബാഹുൽ ഖൈർ എന്ന മനോഹരമായ സദസ്സിൽ പങ്കെടുക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട്, അതിൽ ഹംദ് ചൊല്ലിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. സങ്കടങ്ങൾ നീക്കണേ അല്ലാ. വിഷമങ്ങൾ അകറ്റണേ അല്ലാ. മനസ്സിൽ സമാധാനവും നിന്നോടുള്ള അതിരറ്റ മഹബത്തും നൽകണേ അല്ലാ. നിന്റെ ഹബീബിനെ പ്രണയിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. നിന്റെ ഔലിയാക്കളുടെ തിരുനോട്ടം നൽകണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. മക്കളെ നീ നന്നാക്കണേ തമ്പുരാനെ. എല്ലാ പഠനങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. പടച്ചവനെ എല്ലാവിധ അസുഖങ്ങൾക്കും ശമനം നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. വിട പറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. യാ റബ്ബന, യാ റബ്ബന, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഖൽബിലുള്ള മുറാദുകൾ അറിയുന്ന നാഥ, എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.